വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇനി ഞാൻ വന്നിരിക്കുന്നത് ഫ്രഞ്ച് ഫ്രൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് പൊട്ടാറ്റോ വീട്ടിലുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ടേസ്റ്റോട് കൂടി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത്. അതുപോലെ പുറത്തുനിന്നൊക്കെ വാങ്ങി കഴിക്കുന്നതിനേക്കാളും കൂടുതൽ നല്ലത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് ഒട്ടും സമയം കളയാതെ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നേ നോക്കാം. ഈ ഫ്രഞ്ച് ഫ്രൈസ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 4 പൊട്ടാറ്റോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് വലുതും ചെറുതും മീഡിയം ഒക്കെ ആയിട്ടാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ആവശ്യമുള്ള അനുസരിച്ചിട്ട് പൊട്ടാറ്റോ എടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് കഴുകിയതിന് ശേഷം നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് ഒരുപാട് നേർത്ത് കട്ട് ചെയ്യാൻ പാടില്ല. അങ്ങനെയാകുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ലതുപോലെ ഒന്ന് ചുരുങ്ങിപ്പോവും. ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടാറ്റോ ഒരു അരമണിക്കൂർ നേരത്തേക്ക് ഐസ് വാട്ടറിലേക്ക് ഒന്ന് കുതിർത്ത് വെക്കണം. അപ്പോൾ ഇതിലേക്ക് എക്സ്ട്രാ ഉള്ള സ്റ്റാർച്ചൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ ഐസ് വെള്ളത്തിൽ കുതിർത്ത് വെക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഐസ് ക്യൂബ്സ് ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറോളം ആയിട്ടുണ്ട്. ഇനി പൊട്ടാറ്റോ നല്ലതുപോലെ ഒന്ന് കഴുകിയതിന് ശേഷം വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയെടുക്കാം. അതിനുശേഷം ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മുങ്ങി നിൽക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വേവിക്കാനായിട്ട് വെക്കാം. വെള്ളം നല്ലതുപോലെ തിളക്കുന്നത് വരെ വേണം വേവിച്ചെടുക്കാനായിട്ട്. വെള്ളമൊക്കെ നല്ലതുപോലെ തിളച്ച് വരുമ്പോൾ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി പൊട്ടാറ്റോയുടെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കഴിഞ്ഞതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. അതിനായിട്ട് ഒരു കോട്ടൺ തുണിയിലോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പറിലോ ഇട്ടുകൊടുത്ത ശേഷം തുണി കൊണ്ട് ഓരോന്നായിട്ടൊന്ന് ഒപ്പിയെടുത്തതിന് ശേഷം നല്ലതുപോലെ ഡ്രൈ ആക്കി എടുക്കാം. പൊട്ടാറ്റോ എല്ലാം നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു ചീനച്ചട്ടിയിൽ ഓയിൽ എടുക്കാം. അപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഈ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ നോർമൽ വെളിച്ചെണ്ണയിലേക്കാളും കൂടുതൽ സൺഫ്ലവർ ഓയിലൊക്കെ എടുക്കുന്നതായിരിക്കും നല്ലത്. ഈ ഓയിൽ നല്ലതുപോലെ ഒന്ന് തിളച്ചു തുടങ്ങുമ്പോൾ മീഡിയം ഫ്ലെയിമിലാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പൊട്ടാറ്റോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു കോരി ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ എല്ലാ ഭാഗവും ഒരുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ 2 തവണയായിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമയം ഒരുപാട് അങ്ങോട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി തുടങ്ങുമ്പോൾ തന്നെ ഇതൊന്ന് കോരി മാറ്റി വെക്കാം. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയം ഞാൻ ഇതൊന്ന് കോരി മാറ്റി വെക്കുന്നുണ്ട്. അതുപോലെ ഇതൊന്ന് കോരി മാറ്റി വെക്കുമ്പോൾ ടിഷ്യൂ പേപ്പർ വിരിച്ച പാത്രത്തിലേക്ക് ഇട്ട് വെക്കുകയാണെങ്കിൽ അതിൻ്റെ എണ്ണയൊക്കെ നല്ലതുപോലെ ഒന്ന് വലിച്ചെടുത്തോളൂ. ഞാൻ എല്ലാ പൊട്ടറ്റോയും ഒരു തവണ ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ടിഷ്യൂ പേപ്പറിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഈ എണ്ണയൊക്കെ ഒന്ന് വലിച്ചെടുത്ത് ഇതൊന്ന് തണുത്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്നുകൂടെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ തവണ ഓയിൽ ഹൈ ആക്കി വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അതുപോലെ ഈ പൊട്ടാറ്റോയുടെ കളറ് ചെറുതായിട്ടൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഈ പൊട്ടാറ്റോ ഒന്ന് കളർ മാറി തുടങ്ങുന്നതിനനുസരിച്ചിട്ട് നമുക്ക് കോരി മാറ്റി വെക്കാം. ഇത് 1-2 എണ്ണമായിട്ട് ഒന്ന് കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കോരി മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ എല്ലാ പൊട്ടാറ്റോയും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ നല്ലതുപോലെ സോഫ്റ്റും ക്രിസ്പിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം മുളക് പൊടി കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഇട്ടതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സോഫ്റ്റും ക്രിസ്പി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക.